നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു പ്രചോദനം ലഭിക്കാത്തിടത്തോളം ഒരു തരത്തിലുള്ള ബാഹ്യപ്രേരണ കൊണ്ടും ഒരു പ്രയോജനവുമില്ലെന്ന് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സ്വയം പ്രചോദനത്തിൻ്റെ തീജ്വാലകൾ ജ്വലിപ്പിക്കാൻ കഴിയുന്ന ലളിതവും എന്നാൽ വളരെ പോസിറ്റീവുമായ ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല എന്ന മാനസികാവസ്ഥ നിങ്ങളെ പഠിപ്പിക്കാനാണ് ഈ യാത്ര. നമുക്ക് നോക്കാം. മോട്ടിവേഷണൽ സ്പീക്കർമാർ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച ആൾക്കൂട്ടം എല്ലാ മുക്കിലും മൂലയിലും ലഭ്യമാണ്. അവർ അസാധാരണമായ കഴിവുള്ളവരാണെന്ന് നിങ്ങൾ കരുതുന്നു. എന്താണ് അവരുടെ കഴിവ്? യഥാർത്ഥ ജീവിതത്തേക്കാൾ വലുതാണ് തങ്ങളെന്ന് നിങ്ങളുടെ മുൻപിൽ അവർ ഒരു ധാരണ ഉണ്ടാക്കുന്നു. അത് അവരുടെ ബിസിനസ്സാണ്. അതില്ലാതെ അവർക്ക് അവരുടെ അർത്ഥശൂന്യമായ പ്രസംഗത്തിന് പ്രേക്ഷകരെ കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ ആളുകളെ ആഴത്തിൽ കുഴിച്ചെടുത്താൽ മിക്കവാറും എല്ലാവരും വ്യാജമായി പാകം ചെയ്ത കഥകളുടെ വിലയില്ലാത്ത ചവറ്റുകുട്ടകളാണെന്ന് നിങ്ങൾ കണ്ടെത്തും. മറ്റുള്ളവരുടെ പ്രതീക്ഷകളാലും അഭിപ്രായങ്ങളാലും നമ്മെ നിരന്തരം പുറത്താക്കുന്ന ഒരു ലോകത്ത് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളുടെയും അഭിനിവേശങ്ങളുടെയും കാഴ്ച നഷ്ടപ്പെടുത്തുന്നത് എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ വ്യാജമായി വേവിച്ച കഥ പറയുന്നവരുടെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോയി നമ്മുടെ സമയവും പണവും പാഴാക്കുന്നത്. ഈ ഇമേജ് പ്രചോദക പ്രഭാഷകർക്ക് ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഫുൾ സ്റ്റോപ്പ് ഇടുക. നിങ്ങളുടെ മഹത്തായ യാത്ര ആരംഭിക്കുന്നതിനുള്ള ആദ്യത്തെ മഹത്തായ കാര്യമാണിത്. നിങ്ങളുടെ ഈ മഹത്തായ യാത്രയിൽ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിങ്ങൾ ഏറ്റെടുക്കരുത്. കാരണം നിങ്ങൾ ഈ യാത്ര ചെയ്യുന്നത് മറ്റുള്ളവർ നിങ്ങളോട് പറഞ്ഞത് ചെയ്യാൻ വേണ്ടിയല്ല. നമ്മുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും നാം മുൻഗണന നൽകുമ്പോൾ അതിശയകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നാം കൂടുതൽ പ്രേരിപ്പിക്കപ്പെടുകയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമ്മുടെ കഴിവുകളിൽ കൂടുതൽ ആത്മവിശ്വാസം നേടുകയും ചെയ്യുന്നു. പെട്ടെന്ന് അസാധ്യമായത് കയ്യെത്തും ദൂരത്ത് വരും. ആകാശം നിങ്ങൾക്ക് അതിരായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായ അവസ്ഥയിൽ എത്തിയിരിക്കാം. ഞാൻ എൻ്റെ കഥ പറയാം. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് എൻ്റെ മനസ്സിന് എത്രമാത്രം മൂല്യമുണ്ടെന്ന് സാധൂകരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം എൻ്റെ ചിന്താഗതി മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. എനിക്കായി കാര്യങ്ങൾ ചെയ്യാനും എൻ്റെ സ്വന്തം പാത പിന്തുടരാനും ഞാൻ തീരുമാനിച്ചു. അത് ഒരു സ്വിച്ച് ഇടുന്നത് പോലെയായിരുന്നു. സ്വയം പ്രേരണ എന്നത് സ്വാർത്ഥമോ അഹംഭാവമോ അല്ല. നിങ്ങളുടെ സ്വന്തം മൂല്യം തിരിച്ചറിയുക, നിങ്ങളുടെ അഭിനിവേശങ്ങൾ പിന്തുടരുക, വ്യക്തിഗത വളർച്ചയ്ക്കായി പരിശ്രമിക്കുക എന്നിവയാണ്. നിങ്ങൾ സ്വയം നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവാക്കി മാറ്റുന്ന പരിവർത്തനമാണിത്. നിങ്ങളുടെ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനാണ് അത്. അതിനാൽ ഒരു നല്ല കാര്യം എന്ന നിലയിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പടി പിന്നോട്ട് നീങ്ങുക. നിങ്ങളുടെ മുൻഗണനകൾ വീണ്ടും വിലയിരുത്തുക. തുടർന്ന് പരിവർത്തനത്തിൻ്റെ ഈ മഹത്തായ യാത്ര ഏറ്റെടുക്കുക. പിന്നീട് ശക്തമായ ഒരു തുടക്കം, എല്ലാ ബോധ്യത്തോടെയും മുന്നോട്ട് പോകുക. മുന്നോട്ട്, വീണ്ടും മുന്നോട്ട്. സ്വയം പ്രേരണയുടെ ശക്തി സ്വീകരിക്കുക. നിങ്ങൾക്കായി കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കുക. നിങ്ങൾ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയ വിധത്തിൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് കാണുക. ഓർക്കുക, ഇത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കായി ചെയ്യുക. നിങ്ങളുടെ സർഗാത്മകതയുടെ യഥാർത്ഥ സാധ്യതകൾ ഓരോ നിമിഷത്തിലും നിരീക്ഷിക്കുക. ഓരോ നിമിഷത്തിലും നിങ്ങൾക്കായി ജീവിക്കുന്നതിൻ്റെ സന്തോഷം ആസ്വദിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, വീഡിയോ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതെല്ലാം ചെയ്യാൻ മറക്കരുത്. Thank you for watching this video.